എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം തങ്ങളോട് കൂടെ ഇരിക്കണമെന്ന്. ഒരു മനുഷ്യന്റെ ഉറപ്പും ധൈര്യവും എന്താന്ന് ചോദിച്ചാൽ ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന്? ഞാൻ ഇന്ന് ആമോസിന്റെ പ്രവചനത്തിൽ നിന്ന് 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. ഇവിടെ ദൈവം കൂടെ ഇരിക്കുമെന്നൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമയത്ത് ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്താണെന്നറിയാമോ? അവന് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. അന്ന് തൊട്ട് അവന് നന്മയുള്ളൊരു ഹൃദയം അവനുണ്ടാകുകയാണ്. കായീനും ഹാബേലും ആരാധിക്കുമ്പോൾ സർവശക്തനായ ദൈവം കായീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നന്മ ചെയ്യുന്നെങ്കിൽ നിന്റെ യാഗത്തിലും ദൈവം പ്രസാദിക്കത്തില്ലയോ? ആരാധിക്കുന്നവന്റെ ഹൃദയത്തിൽ നന്മ വേണം. ദൈവത്തെ സേവിക്കുന്നവന്റെ ഹൃദയത്തിൽ നന്മ വേണം. മറ്റൊരാളുടെ നന്മ കണ്ട് അസൂയപ്പെടുവല്ല, മറ്റൊരാളുടെ നന്മ കണ്ട് സന്തോഷിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. അങ്ങനെ നന്മ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത്? ഒരു മനുഷ്യന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെ തരം താഴ്ത്തി കാണിക്കാതെ അവനിലെ ചെറിയ ചെറിയ നന്മകളെ അവനോട് പറഞ്ഞുണർത്തിയാൽ അവന്റെ തെറ്റുകൾ അവൻ തന്നെ വിട്ടൊഴിയും. മറ്റൊരാളുടെ നന്മ കാണാം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ കൂടെ ഇരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നമുക്ക് മറ്റൊരാളുടെ നന്മ കാണാൻ കൊതിക്കാം, മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കാം, മറ്റൊരാളുടെ നന്മയിൽ നമുക്ക് ആനന്ദിക്കാം. കർത്താവേ, അങ്ങ് കൂടെ ഇരിക്കണേന്ന് ഹൃദയവും മനസ്സും തുറന്ന് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരിക. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കൾക്ക് മേൽ നീട്ടണം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God bless you.